നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 8/8/2025 രാവിലെ റബ്ബർ വില കുരുമുളക് വില വൻ വർധനവിലേക്ക്, സ്വർണ്ണവിലയും കൂടുന്നു, വെളിച്ചെണ്ണ തേങ്ങ വിലകൾ കുറയുന്നു. ഇനി നമുക്ക് റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 204, RSS 5 കിലോ 200, ISL 20 178, ലാറ്റക്സ് 60% DRC 141 രൂപ 60 പൈസയാണ്. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില RSS 4 കിലോ 204, RSS 5 കിലോ 200. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ ഒട്ടുപാൽ നോക്കും. 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 132, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 99. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 192, ലോട്ട് കിലോ 173 മുതൽ 178. ഇന്നത്തെ വ്യാപാരി വിലയിൽ RSS 4 കിലോ 196, RSS 5 കിലോ 192, ISNL 170 മുതൽ 170 പൈസയുമാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 110 മുതൽ 120 രൂപയാണ്. ഇതാണ് രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും ടാപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ശുഭപ്രതീക്ഷയിൽ വീണ്ടും ശക്തമായി ടാപ്പിംഗ് തുടങ്ങിയിരിക്കുകയാണ്, ഓണപ്രതീക്ഷയിൽ. ഇനി കേരളത്തിലെ രാവിലത്തെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 1 ഗ്രാമിന് 20 രൂപയും 1 പവൻ്റെ മോളിൽ 160 രൂപയാണ് കൂടിയിരിക്കുന്നത്. 22 ക്യാരറ്റ് 1 ഗ്രാം 9400, 1 പവൻ 75,200. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 10,255, 1 പവൻ 82,040 രൂപയാണ്. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇനി കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 98, വെളിച്ചെണ്ണ ലിറ്ററിന് 480, കൊപ്ര എടുത്തവിടെ 234, കച്ചോലം 400, കശുവണ്ടി 110, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പോട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോട് കൂടി 280, ഗ്രാമ്പു 775, നാടൻ 880 ആണ്. ഇനി കേരളത്തിലെ കുരുമുളക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുരുമുളക് അൺഗാർബിൾഡ് കിലോ 670, കുരുമുളക് ഗാർബിൾഡ് കിലോ 690, കുരുമുളക് പുതിയത് 660, ചുക്ക് ബെസ്റ്റ് 250 ആണ്. എലിപ്പനികളും ഡെങ്കിപ്പനികളും വരാതിരിക്കാൻ ശക്തമായ നടപടി ആവശ്യമാണ്. വീടും പരിസരവും എപ്പോഴും നല്ലതുപോലെ വൃത്തിയായി സൂക്ഷിക്കുക. കൊതുകുകൾ പെരുകാതെ ഇരിക്കുക. കൊതുകുകൾ വരുന്ന സ്ഥലങ്ങളിൽ വെള്ളം കെട്ടിയിരിക്കാതെയും, തൊണ്ട് ചിരട്ട അങ്ങനെ പ്ലാസ്റ്റിക് അങ്ങനെ പല കാര്യങ്ങളും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക. പ്ലാസ്റ്റിക്കുകളൊക്കെ കഴുകി വൃത്തിയാക്കി ഹരിതസേനയ്ക്ക് കൊടുക്കുക. എലിമാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ച് നല്ലതുപോലെ സംരക്ഷിക്കുക. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്ന വളരെയധികം നന്ദി.